നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ആത്മഹത്യ വാർത്തകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയായിരുന്നു ഒരു 14-കാരി ആറ്റിൽ ചാടി മരിച്ച സംഭവം. കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിയുടെ വീട്ടുകാരടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അയൽവാസിയായിട്ടുള്ള യുവാവിന്റെ എതിരെ തന്നെയായിരുന്നു ഈ കുട്ടിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. തങ്ങളുടെ മകൾ ഇത്തരത്തിൽ അവിടെ നിന്ന് ചാടി മരിച്ചതിന് പിന്നിലുള്ള കാരണം ഈ യുവാവ് തന്നെയാണെന്ന് കുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളടക്കം ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആരോപണ വിധേയനായിട്ടുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇപ്പോൾ വിട്ടയച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അഴൂരിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് വലഞ്ചുഴി താൽക്കാലിക പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. എന്നാൽ ഇത് ആരുടെയും പ്രേരണയാലല്ല, സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അയൽവാസിയായ അഴൂർ തെക്കേതിൽ വീട്ടിൽ ശരത്തിനെ ആണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ കസ്റ്റഡിയിൽ വിട്ടയച്ചത്. ഈ പറയുന്ന ശരത്തിന് 23 വയസ്സാണ് പ്രായം. കഴിഞ്ഞ ദിവസം ഈ ഒരു കുട്ടിയുടെ കുടുംബം മുഴുവൻ ഉത്സവം കണ്ട് മടങ്ങുന്ന വഴി പിതാവും സഹോദരങ്ങളും അയൽവാസിയായിട്ടുള്ള യുവാവുമായി നടു റോഡിൽ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മർദ്ദിക്കുന്നത് കാണുകയായിരുന്നു. വലിയ രീതിയിൽ തന്നെ അവർ സംഘടനത്തിൽ ഏർപ്പെടുന്നതും കണ്ട കുട്ടി മനോവിഷമം കാരണമാണ് ഈ പാലത്തിൽ നിന്ന് അച്ഛൻ കോവിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ FIR-ൽ പറഞ്ഞിരിക്കുന്നത്. പിതാവ് പ്രകാശിന്റെ മൊഴി അനുസരിച്ച് എടുത്ത കേസിൽ ആരെയും പ്രതി ചേർത്തിരുന്നില്ല. 31-ന് രാത്രി 8:45-നാണ് സംഭവം നടക്കുന്നത്. പെൺകുട്ടി, പിതാവ് പ്രകാശ്, മാതാവ് ബീന, സഹോദരൻ അശ്വിൻ, പ്രകാശിന്റെ സഹോദരപുത്രൻ അനു എന്നിവർക്കൊപ്പം രാത്രി 7-ന് വലഞ്ചുഴി ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിരുന്നു. ഉത്സവം കണ്ട് മടങ്ങും വഴി വലഞ്ചുഴി താൽക്കാലിക പാലത്തിൽ വെച്ചാണ് സംഘടനം ഉണ്ടായത്. ശരത്ത് നേരത്തെയും ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നുവെന്നാണ് പിതാവ് പ്രകാശ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പോലീസും വാർഡ് കൗൺസിലറും ചേർന്ന് പറഞ്ഞു തീർത്തതാണ്. അതായത് ഈ പറയുന്ന യുവാവ്, ശരത്ത് എന്ന് പറയുന്ന യുവാവ് ഇതിനു മുൻപും പെൺകുട്ടിയോട് ശല്യം ചെയ്തിരുന്നു, പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസും അതുപോലെ തന്നെ വാർഡ് കൗൺസിലറും ചേർന്ന് പ്രശ്നം പറഞ്ഞു തീർത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരത്തിനെ കണ്ടപ്പോൾ പ്രകാശാണ് ആദ്യം മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ശരത്തും ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന് പ്രകാശിനെയും കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളായ അശ്വിനെയും അനുവിനെയും ദേഹോപദ്രവം ഏൽപ്പിച്ചു. തുടർന്ന് പെൺകുട്ടിക്ക് നേരെ ശരത്ത് തിരിഞ്ഞപ്പോൾ പെൺകുട്ടി ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനെയും സഹോദരയും കൺമുൻപിൽ മർദ്ദിക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം എടുത്ത് അച്ഛൻ കോവിലാറ്റിൽ ചാടുകയെന്നാണ് പിതാവിന്റെ മൊഴി. ശരത്തും കല്ലറക്കടവ് സ്വദേശിയായ പ്രവീണും പിന്നാലെ ചാടിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. മാത്രമല്ല, രാത്രിയായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായിരുന്നു. പ്രകാശിന്റെ പരാതിയിൽ ശരത്തിന് ഉടൻ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ ശരത്തിന് നന്നായി മർദ്ദനമേറ്റു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച 9ാം ക്ലാസ്സുകാരിയായ ആവണിയുടെ പിതാവ് പ്രകാശൻ അയൽവാസിയായ യുവാവിനെതിരെ മുൻപും പരാതി നൽകിയിരുന്നു. തുടർന്ന് അഴൂർ സ്വദേശിയായ ശരത്തിനെ പോലീസ് ആദ്യം ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ജീവനൊടുക്കിയതിൽ യുവാവിനെതിരെ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം വൈകിട്ടോടെയാണ് യുവാവിനെ വിട്ടയച്ചത്. അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ വിശദമായ അന്വേഷണം തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രകാശും കൂട്ടനുമാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന ശരത്തിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തു. അടിപിടി കണ്ട് മനോവിഷമം വന്ന പെൺകുട്ടി സ്വയം ഭയന്ന് ജീവൻ ഒടുക്കുകയെന്നാണ് FIR-ൽ പറയുന്നത്. യുവാവിനെതിരെ പരസ്യമായ ആരോപണം മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ തെളിവുകളൊന്നും കിട്ടിയില്ല. ഇതോടെയാണ് യുവാവിനെ വിട്ടയച്ചിരിക്കുന്നത്. ഉത്സവത്തിനിടെ അയൽവാസിയായ ശരത്ത് എത്തി അച്ഛനോടും അമ്മയോടും പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് വഴക്കിടുകയായിരുന്നു. ഇതിനു മുൻപും പെൺകുട്ടിയെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ തുടർച്ചയെന്നോട് ആ പേര് പറഞ്ഞിട്ടായിരിക്കാം വഴക്കിട്ടിട്ടുണ്ടാവുക. അതിന് പിന്നാലെയാണ് അത് മർദ്ദനത്തിലേക്ക് എത്തിയത്. ഇതൊക്കെ കണ്ടുകൊണ്ട് പെൺകുട്ടി നിൽക്കുകയായിരുന്നു. മാത്രമല്ല, പെൺകുട്ടിയുടെ നേർക്ക് പിന്നീട് ശരത്ത് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയന്ന് ചാടിയെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ മൊഴി നൽകിയിരിക്കുന്നത്. ശരത്തിന് പരിചയമുണ്ടെന്നും നാട്ടിലെ പ്രശ്നക്കാരനാണെന്നും ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. 23 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ഓർക്കണം. ശരത്ത് മകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ട്. ഇതും മുൻപ് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, വിലക്കിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഇതിനു മുൻപ് ഈ പെൺകുട്ടി ശല്യം ചെയ്തതിനെതിരെ യുവാവിന് പരാതി നൽകിയിട്ടും ഇപ്പോൾ ആ പെൺകുട്ടി മരണത്തിനിടയായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് എന്നുള്ളതാണ്.
വീണ്ടും ഉത്സവ സ്ഥലത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മകളെ ശരത്ത് വഴക്ക് പറഞ്ഞത് കണ്ടാണ് അവിടെ എത്തിയത്. ചീത്ത പറയുന്നത് കേട്ട് ശരത്തിനെ താൻ തല്ലി. ഇതോടെ ശരത്തും ഇയാളുടെ കൂടെയുള്ളവരും തന്നെ മർദ്ദിച്ചു എന്നാണ് പ്രകാശൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ആളുകളടക്കം ഒരു വിഭാഗം ആളുകളടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ, അത് 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ഈ യുവാവിനെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ചില ആളുകൾ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു യുവതി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ചതും ഏറെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. നമ്മൾ കേട്ടതാണ്. 8 മാസം ഗർഭിണിയായിരിക്കുകയാണ് ഒരു യുവതി ആത്മഹത്യ ചെയ്തത്. പ്രസവം അടുത്തെത്തിയ സമയത്താണ് ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ്. ഭർത്താവുമായി വഴക്കുണ്ടായതിന് പിന്നാലെയാണ് അമിത എന്നാണ് പേര്, ആത്മഹത്യ ചെയ്തത്. അമിതയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും ഇന്നലെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ ഫാനിലാണ് അമിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ഭർത്താവായിരുന്ന അഖിൽ വീട്ടിലുണ്ടായിരുന്നില്ല. അമിതയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വീട് പോലീസ് മുദ്രവെച്ചു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അഖിലും അമിതയും തമ്മിൽ വഴക്കുണ്ടായിരുന്നെന്നും രാത്രി അഖിൽ പുറത്തുപോയതിന് പിന്നാലെയാണ് മകൾ ജീവൻ ഒടുക്കിയതെന്നാണ് മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്നും അമിതയുടെ മാതാപിതാക്കളായ സണ്ണിയും എൽസമ്മയും പറഞ്ഞിരിക്കുന്നത്. വിവാഹ സമയത്ത് 15 പവനും 2 ലക്ഷം രൂപയും നൽകിയിരുന്നു. ഇപ്പോൾ ഒരു തരി സ്വർണം പോലും മകളുടെ പക്കലില്ലെന്നും എൽസമ്മ പറയുന്നുണ്ട്. ഏപ്രിൽ പകുതിയോടെ പ്രസവ തീയതി നിശ്ചയിച്ച് കാത്തിരിക്കുമ്പോഴാണ് അമിതയുടെ മരണം എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കടപ്ലാമറ്റത്തെ സ്വന്തം വീട്ടിലുള്ള അമ്മ എൽസമ്മയെ ഫോണിൽ വിളിച്ച് താൻ ജീവൻ ഒടുക്കുകയാണെന്നും കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അമിത ജീവൻ ഒടുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് എൽസമ്മ അഖിലിനെ ഫോണിൽ വിളിച്ചു. അഖിൽ വീട്ടിലെത്തിയപ്പോൾ മുറി അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന ഉടൻ തൂങ്ങി നിൽക്കുന്ന അമിതയാണ് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 4.5 വർഷം മുമ്പായിരുന്നു അമിതയുടെയും അഖിലിന്റെയും വിവാഹം. ഇവർക്ക് 2 മക്കളുണ്ട്. സൗദിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന അമിത 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഏതായാലും ഇപ്പോൾ കുടുംബമടക്കം മാനസിക പീഡനമടക്കം അമിത നേരിട്ടിരുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പോലീസ് വിശദമായിട്ടുള്ള പരാതിയൊക്കെ ലഭിച്ച കാരണം വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും 2 മക്കളുണ്ട്. അവരെ വീട്ടിൽ അമ്മയോടും അച്ഛനോടും നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് അവരെ ഫോൺ വിളിച്ചതിന് ശേഷം അമിത ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ആത്മഹത്യയും ദുരൂഹമായി തന്നെ തുടരുകയാണ്.